കേന്ദ്ര ബജറ്റ് അവഗണനയ്ക്കെതിരെ പ്രമേയം പാസാക്കി സംസ്ഥാന നിയമസഭ. കേന്ദ്രത്തിൻ്റേത് പ്രതികാര ബുദ്ധിയെന്നും വർഷങ്ങളായി സംസ്ഥാനത്തിന്റെ ന്യായമായ ആവശ്യങ്ങളോട് അവഗണനയെന്നും പ്രമേയം അവതരിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പശ്ചാത്തല സൗകര്യ വികസനത്തിനും ക്ഷേമപ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകി ദിശാബോധത്തോടെ മുന്നോട്ട് നീങ്ങുന്ന കേരള സർക്കാരിനെ സാമ്പത്തികമായി വിരോധിക്കുന്ന സമീപനമാണ് യൂണിയൻ സർക്കാർ കൈക്കൊള്ളുന്നത്. നികുതി വരുമാനത്തിൻ്റെ നിലവിലെ വിഹിതം പശ്ചാത്തല സൗകര്യ വികസനത്തിന് നീക്കിവെക്കുന്ന ദീർഘവീക്ഷണത്തോടെയുള്ള നയമാണ് കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഈ നയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം സംസ്ഥാനത്തിൻ്റെ കമ്പോള വായ്പാ പരിധി വെട്ടിക്കുറക്കുകയാണ് യൂണിയൻ സർക്കാർ. സാമ്പത്തിക വർഷത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ ക്ഷേമപ്രവർത്തനങ്ങളെയും പശ്ചാത്തല വികസന സൗകര്യ ഉദ്യമങ്ങളെയും തുരങ്കം വെക്കുന്ന ഈ കേന്ദ്ര നടപടികൾ കേരളത്തോട് പുലർത്തി വരുന്ന പ്രതികാര ബുദ്ധിയുടെ തുടർച്ചയാണ് എന്നത് നിസ്തർക്കമാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളോട് മുഖം തിരിച്ച കേന്ദ്ര ബജറ്റിനെതിരായ പൊതുവികാരം എന്ന നിലയിൽ തന്നെയല്ലേ മുഖ്യമന്ത്രി ഈ പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചതും അത് പാസ്സായതും? ദിലീപ് കുമാർ, ഉറപ്പായിട്ടും. കാരണം കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് കാട്ടിയ കടുത്ത വിവേചനം, അവഗണന, അത് കാലങ്ങളായി കേരളത്തോട് കേന്ദ്രം നടത്തുന്ന സമീപനത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് പ്രമേയത്തിൽ മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത്. സംസ്ഥാനങ്ങളുടെ നിലഭദ്രമാകുമ്പോഴാണ് രാജ്യത്തിന്റെ തലയൂർന്ന് നിൽക്കാനാവുക. ന്യായയുക്തമായ ആവശ്യങ്ങൾക്ക് പോലും പരിഗണന കിട്ടിയില്ല. ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് കേന്ദ്ര ബജറ്റ്. വർഷങ്ങളായി കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളുടെ അവഗണനയാണ് കേരള സമൂഹത്തെ നിരാശപ്പെടുത്തുന്ന ബജറ്റായി പോയി. രാജ്യത്തിന്റെ അന്തസ്സിന് ലോക സമൂഹത്തിന് മുന്നിൽ ഇടിച്ചു താഴ്ത്തുന്നതാണ് കേന്ദ്രത്തിന്റെ നടപടി. ജനാധിപത്യ മൂല്യങ്ങളോട് പോലും സംശയം തോന്നുന്ന അവസ്ഥയുണ്ട്. ലോകത്തിന് മുൻപിൽ കേരളം അഭിമാനകരമായ നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ടെന്നും രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വികസനം വേണമെന്നും പ്രാദേശിക ഭേദങ്ങൾക്ക് അതീതമായ പരിഗണന നൽകണമെന്നും മുഖ്യമന്ത്രി പ്രമേയത്തിൽ പറഞ്ഞു. ഭൂമി കണ്ടെത്തിയിട്ടും എയിംസ് നൽകിയില്ലെന്നും കേരളത്തിന് എയിംസ് നൽകുന്നതിൽ കേന്ദ്രത്തിന് മൗനമാണെന്നും തൊഴിലുറപ്പ് നിയമ ഭേദഗതി കൊണ്ട് മാത്രം കേരളത്തിന് 3000 കോടിയുടെ നഷ്ടമുണ്ടായെന്നൊക്കെയുള്ള വിമർശനം, അതിരൂക്ഷ വിമർശനമാണ് കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയത്തിലൂടെ മുഖ്യമന്ത്രി പങ്കുവച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഈ വിഷയത്തിൽ പ്രതിപക്ഷം സഭയിൽ ഇല്ലാതിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയ വിവാദമായിട്ടുണ്ട്. ഇതിന് മന്ത്രി എം ബി രാജേഷ് മറുപടിയും നൽകിയിട്ടുണ്ട്. പ്രമേയം പ്രതിപക്ഷത്തെ അറിയിച്ചത് ശരിയല്ലെന്നും മുസ്ലിം ലീഗ് അംഗങ്ങൾ ചില ഭേദഗതികൾ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസ് സമ്മർദ്ദം കാരണം ഭേദഗതി പറഞ്ഞ ലീഗ് അംഗങ്ങൾക്ക് പോലും സഭ ബഹിഷ്കരിക്കേണ്ടി വന്ന അവസ്ഥയാണെന്നും ഈ ചില രാഷ്ട്രീയ വിമർശനങ്ങൾ കൂടി എം ബി രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുകയും ചെയ്തു. അതിൽ അദ്ദേഹം പറഞ്ഞത് BJP വിമർശിക്കുക എന്നത് ഒഴിവാക്കാൻ പ്രമേയത്തിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിന്നു എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തൽ എം ബി രാജേഷും ഉയർത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിലെ പ്രതിപക്ഷ മറുപടി അത് ഇനി വരും. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.